ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രഗ്നൻസി ഇൻ ന്യൂസിലൻഡാണ്. അപ്പം കുറേ ആൾക്കാർ ന്യൂസിലൻഡിലേക്ക് വന്നതിന് ശേഷം ഇവിടുന്ന് പ്രഗ്നൻ്റ് ആവുന്നവരും അതുപോലെ തന്നെ ഇവിടുന്ന് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ പോകേണ്ടി വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രഗ്നൻസി സാധാരണ നമുക്ക് ഗവൺമെൻറ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പ്രഗ്നൻസിക്കൊക്കെ എല്ലാം നമുക്ക് ഗവൺമെൻറ് ആണ് ചെയ്തിരുന്നത്. ന്യൂസിലൻഡിൽ ഏതൊരു ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ ആരെങ്കിലും ഒരാൾ റെസിഡൻ്റ് ആണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് കെയറിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരിക്കും. അപ്പോൾ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് നമ്മൾ ഇവിടുന്ന് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്താണ് പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ പ്രൈവറ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ നമുക്ക് നമ്മുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഫാസ്റ്റ് ആക്സസ് ഉണ്ടാവും നമുക്ക്. ഇപ്പം നമ്മൾ പ്രൈവറ്റ് സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ പബ്ലിക് ഹോസ്പിറ്റൽസിനാണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെ ആയിരിക്കില്ല. പുറത്ത് കൺട്രീസിൽ പബ്ലിക് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മണിക്കൂറുകൾ വളരെ കൂടുതലായിരിക്കും. അപ്പം ആ ഒരു കേസിൽ നമ്മൾ പ്രൈവറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ആക്സസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 4,000 to 6,000+ ഡോക്ടറിന് മാത്രമായിട്ട് പേ ചെയ്യേണ്ടി വരും, പ്രൈവറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പം അത് ഡോക്ടറിന് കൊടുക്കുന്ന ഫീ മാത്രമാണ്, ഹോസ്പിറ്റലിൻ്റെ ചിലവ് വേറെയും വരും. ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലെയല്ല ഇവിടെ. നമുക്ക് നാട്ടിലത്തെ ഒരു 5-star ഫെസിലിറ്റി തന്നെയാണ് നമുക്ക് ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് കെയറിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണോ അതോ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. അത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പബ്ലിക് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പം പബ്ലിക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് നമുക്ക് വെക്കാം. ഇനി അടുത്ത് നിങ്ങൾക്ക് വേണ്ടത് LMC, ലീഡ് മെറ്റേണിറ്റി കെയർ എന്ന് പറയും. അപ്പം ഇതെന്ന് പറയുന്നത് ആരാണോ നമ്മുടെ മെറ്റേണിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആളെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം മോസ്റ്റ്ലി നമ്മൾ ഇവിടെ മിഡ് വൈഫാണ് നമ്മുടെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാക്സിമം ആദ്യത്തെ ഒരു 6 to 10 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ഒരു നല്ലൊരു മിഡ് വൈഫിനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ലേറ്റ് ആവും തോറും മിഡ് വൈഫുകളൊക്കെ ബുക്ക്ഡ് ആയിപ്പോവും. കാരണം നമ്മുടെ ഡ്യൂ ഡേറ്റിനനുസരിച്ചാണ് മിഡ് വൈഫ്സ് ഒക്കെ ബുക്ക്ഡ് ആവുക. അങ്ങനെ ബുക്ക്ഡ് ആയി നല്ല മിഡ് വൈഫുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മിഡ് വൈഫിൻ്റെ ഇതിലായി പോവും. അപ്പം പെട്ടെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു മിഡ് വൈഫ് ഏതാന്നുള്ളത് റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഏരിയയിലുള്ള നല്ല മിഡ് വൈഫിനെ റിസർച്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇനി അടുത്തത് മെറ്റേണിറ്റി കെയറിലേക്ക് വരികയാണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്സ്, അൾട്രാസൗണ്ട്സ്, ബ്ലഡ് ടെസ്റ്റ്, നമ്മുടെ അയൺ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ സംഭവങ്ങൾ എല്ലാം കവേർഡ് ആണ്, നമുക്കൊന്നും ഇതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻസ് വരുന്നത് ആദ്യം നമുക്കൊരു 7 to 12 വീക്സിൻ്റെ ഉള്ളിലൊരു ഡേറ്റിംഗ് സ്കാൻ വരുന്നുണ്ട്. പിന്നെ 18 to 20 വീക്സിൽ അനാറ്റമി സ്കാനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഒരു പീരീഡിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഫ്രീ ആണ്. ഇതിനൊന്നും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബർത്തിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്തിങ് യൂണിറ്റ്സ് ചൂസ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് വാട്ടർ ബർത്തിനാണ് താല്പര്യമെങ്കിൽ അതിനും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ മിഡ് വൈഫിനോട് ഇനീഷ്യൽ സമയത്ത് തന്നെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്ത് മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ബർത്ത് കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാന് മിഡ് വൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തരും. അതുപോലെ നിങ്ങൾക്ക് എപ്പിഡ്യൂറൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ C-section ആവശ്യമുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അതും എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ തന്നെ കവേർഡ് ആണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ പ്രഗ്നൻസി സമയത്ത് നിങ്ങളുടെ ബർത്ത് ഡെലിവറി ടൈമിൽ ആ പാർട്ട്ണർ കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്.
ഇനി ആഫ്റ്റർ പ്രഗ്നൻസി നമ്മുടെ പോസ്റ്റ് നാറ്റൽ കെയറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ മിഡ് വൈഫ് ഒരു 6 വീക്സ് അപ് ടു 6 വീക്സ് നിങ്ങളെ വന്ന് വിസിറ്റ് ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും, നിങ്ങളുടെ ബേബിയുടെ കാര്യങ്ങൾ നോക്കും. ആഫ്റ്റർ 6 വീക്ക് പിന്നെ നിങ്ങളുടെ ബേബീൻ്റെ ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ ചെയ്യുക. പ്ലങ്കറ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതൊരു നേഴ്സുമാരുടെ ഒക്കെ ഒരു കമ്മ്യൂണിറ്റി പോലെ തന്നെയാണ്. അപ്പം അവരാണ് വന്നിട്ട് വീട്ടിലേക്കൊക്കെ വിസിറ്റ് ചെയ്തിട്ട് കുട്ടികളെ നോക്കും. അവരുടെ വെയിറ്റ് എങ്ങനെയാണ്, എല്ലാം ഓക്കെ അല്ലേ, ഹെൽത്ത് ഓക്കെ അല്ലേ, എല്ലാ കാര്യങ്ങളും അവരാണ് പിന്നെ ചെക്ക് ചെയ്യുക. ഇനി അടുത്തത് ഫിനാൻഷ്യൽ ആൻഡ് വർക്ക് സപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് പാരന്റൽ ലീവ് ഉണ്ട്. 26 വീക്സിലേക്കാണ് ഈ പെയ്ഡ് പാരന്റൽ ലീവ് ഉള്ളത്. ഇത് എയ്തർ അമ്മ ഇല്ലെങ്കിൽ അച്ഛന് എടുക്കാൻ വേണ്ടി പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരേ ടൈമിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരേ ടൈമിൽ രണ്ടുപേർക്കും ലീവ് എടുത്തിട്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ മേ ബി ഒരാൾക്ക് ഒരു 10 വീക്സ് ലീവ് എടുക്കണമെങ്കിൽ ഒരാൾക്ക് അങ്ങനെ എടുക്കാം. ബാക്കി 16 വീക്സ് വേറൊരാൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തിട്ട് ഈ പെയ്ഡ് പാരന്റൽ ലീവ് എടുക്കാം. ഇത് കൂടാതെ നമുക്ക് പാർട്ട്നേഴ്സിന് ഇപ്പം സെക്കൻഡറി കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ അച്ഛൻ, അങ്ങനത്തെ ഒരാൾ പാർട്ട്ണറിന് 2 വീക്സ് അൺപെയ്ഡ് ലീവ് ഉണ്ട്. അപ്പം അതും ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഈ പാരന്റൽ ലീവ് എന്ന് പറഞ്ഞിട്ട് 26 വീക്സ് ലീവും ഉണ്ട്. പിന്നെ പേയ്മെന്റ്സിന്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെയ്ഡ് ലീവ് എന്നൊക്കെ പറയില്ല, ഈ പേയ്മെന്റ് തരുന്നത് നിങ്ങൾക്ക് ഗവൺമെന്റ് ആണ്, അല്ലാണ്ട് എംപ്ലോയർ അല്ല. മാക്സിമം $712 ആണ് പെർ വീക്ക് കിട്ടുക, ടാക്സ് കട്ട് ചെയ്യുന്നതിന്റെ മുന്നേറ്റ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ റെഗുലർ ഏർണിങ്സ് എന്താണോ ആ ഏർണിങ്സ് ആണ് കിട്ടുക. പക്ഷെ ഏതാണോ ലോവർ, ഇപ്പൊ 712 ആണ് ലോവർ എങ്കിൽ അതായിരിക്കും കിട്ടുക. അല്ലെങ്കിൽ നിങ്ങളുടെ റെഗുലർ ഏർണിങ്സ് ആണ് ലോവർ വരുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഈ സംഭവത്തിനൊക്കെ നിങ്ങൾ എലിജിബിൾ ആവണമെങ്കിൽ നിങ്ങൾ ഒരു 6 മാസം നിങ്ങളുടെ ഡ്യൂ ഡേറ്റിന്റെ ബാക്കോട്ട് നോക്കുമ്പോൾ നിങ്ങൾ 6 മന്ത്സ് വർക്ക് ചെയ്യണം. അതും 10 മണിക്കൂർ വീക്ക്ലി ഹവേഴ്സ് വർക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾ ഇതിന് എലിജിബിൾ ആവുള്ളൂ. ഈ പബ്ലിക് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ബർത്ത് സെന്ററോ എവിടെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയും ഇല്ലാത്ത ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി ബർത്തിങ് സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ സി സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി സാധ്യത വളരെ കുറവുള്ള ആൾക്കാർ, അതുപോലെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്കൊരു വീട്ടിൽ നിന്ന് നമുക്ക് റിലാക്സ് ആയിട്ട് പ്രസവിക്കാൻ പറ്റുന്ന പോലെ തന്നെ അതേ ഒരു ഫീലിങ്ങിലൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ബർത്തിങ് യൂണിറ്റ് ചൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കെയർ ആവശ്യമുണ്ടെന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എമ്യൂണിറ്റീസും എല്ലാ കാര്യങ്ങളും കൂടുതൽ ഹോസ്പിറ്റൽസിൽ തന്നെയാണ്. അപ്പം ഞാൻ പറയാം ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽസ് ആണെന്ന് ഉള്ളൂ. പക്ഷേ ചില കേസിൽ ചില ആൾക്കാർ ബർത്തിങ് യൂണിറ്റ്സ് പ്രിഫർ ചെയ്യാണ്ട്. പക്ഷേ അത് ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ മിഡ് വൈഫും അത് സജസ്റ്റ് ചെയ്യുള്ളൂ ബർത്തിങ് യൂണിറ്റിൽ ആക്കാന്നുള്ളത്. കാരണം മിഡ് വൈഫ് നോക്കും നിങ്ങളുടെ പ്രഗ്നൻസി കാലൊക്കെ എങ്ങനെ പോകുന്നുണ്ട്, എല്ലാം ഓക്കെ ആണോ, അവർക്ക് 100% ഉറപ്പുണ്ടാവും ചിലപ്പം ഇത് നാച്ചുറലായിട്ട് തന്നെ ആയിരിക്കും വരിക. അങ്ങനത്തെ ഒരു കേസൊക്കെ ആണെങ്കിൽ എന്തായാലും അവർ ബർത്തിങ് യൂണിറ്റിൽ ഓക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പം ചില ആൾക്കാർക്ക് BP ഒക്കെ കൂടുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മോസ്റ്റ്ലി ഹോസ്പിറ്റൽസ് തന്നെ ആയിരിക്കും അവരും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡോക്ടേഴ്സും എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്, ഹോസ്പിറ്റൽസിലാണ്. പിന്നെ മിഡ് വൈഫ് എന്ന് പറയുന്നത് പക്ക നിങ്ങളൊരു നോർമൽ ഡെലിവറി ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സംഭവം മാത്രം നോക്കാനുള്ള ഒരാളാണ് മിഡ് വൈഫ്. അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അവർക്ക് ഒന്നും പറ്റൂല, അവരൊന്നും ചെയ്യൂല, അവർക്ക് അറിയില്ല. അതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി ഫുള്ള് നോക്കുക മിഡ് വൈഫ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ GP നിങ്ങളെ റെഫർ ചെയ്യണം. ഇല്ലെങ്കിൽ മിഡ് വൈഫ് നിങ്ങളെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറ്റുള്ളൂ. ഈ മിഡ് വൈഫ് എന്ന് പറയുകയാണെങ്കിൽ പക്ക നമ്മുടെ നാട്ടിൽ വയറ്റാട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ട് ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ഡെലിവറി ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ സംഭവമാണ്. പക്ഷെ അത് ഇവിടെ ഇവർ കോഴ്സൊക്കെ ചെയ്ത് പഠിച്ച് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് നമ്മുടെ അവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരും എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ എന്നാലും അവർ കൂടുതലായിട്ട് അതിനെ പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലെങ്കിൽ മിഡ് വൈഫ് തന്നെയാണ് നോക്കുക. എല്ലാ കാര്യങ്ങളും പ്രഗ്നൻസി ആദ്യം മുതൽ അവസാനം വരെ മിഡ് വൈഫാണ് നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ റൈസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം അവർ കാണുകയാണെങ്കിൽ മാത്രമാണ് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ അവർ റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ മൊത്തം സംഭവങ്ങൾ റൂട്ട് മാറിപ്പോവുള്ളൂ. ഇല്ലെങ്കിൽ മൊത്തം
ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മിഡ് വൈഫ് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് എവിടുന്ന് പ്രസവിക്കണം എന്നുള്ളതാണ്. അതന്നെ ലോ റിസ്ക് ആണെങ്കിലാണ് ബർത്തിങ് സെൻറ്റേഴ്സ് അവരും സജസ്റ്റ് ചെയ്യുള്ളൂ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും റിസ്ക് കൂടുതലുള്ള ഒരു കേസ് ആണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റൽസ് തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മിഡ് വൈഫിന് അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിയുകയാണെങ്കിൽ മിഡ് വൈഫ് പറയും എന്നാണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി വരേണ്ടത് എന്നുള്ളത്. അന്ന് നിങ്ങൾക്ക് ഒരു വെൽക്കം കിറ്റ് പോലെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. അതിൽ ഒരു പ്രഗ്നൻസി ജേർണിയിൽ നിങ്ങൾക്ക് ഓരോ വീക്കിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഓരോരോ പ്രാവശ്യം എപ്പോഴൊക്കെ മിഡ് വൈഫിനെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് മിഡ് വൈഫ് തന്നെ പറഞ്ഞു തരും. അങ്ങനെ ഓരോ വിസിറ്റിലും നിങ്ങൾക്ക് ബേബീൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടി പറ്റും. അവരതൊക്കെയാണ് ചെക്ക് ചെയ്യുക, എല്ലാം ഓക്കെ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യും. ബ്ലഡ് ടെസ്റ്റും അതൊക്കെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോർമലാണ്, എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുക. എൻ്റെ അറിവ് പ്രകാരമുള്ള കാര്യമാണ്. എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ന്യൂസിലൻഡിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരെ താങ്ക് യു.